കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷം. കെ.പി.സി.സി യോഗം ബഹിഷ്കരിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഡി.സി.സി അധ്യക്ഷന്മാരുടെയും കെ.പി.സി.സി ഭാരവാഹികളുടെയും യോഗത്തിൽ പങ്കെടുക്കാതെ സതീശൻ ഇന്ദിരാഭവനിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിവരങ്ങളുമായി ഇപ്പോൾ നൃപൻ ചേരുകയാണ്. നൃപൻ, സതീശൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം നേരിടുന്നുണ്ട് കോൺഗ്രസിൽ നിന്ന് തന്നെ. സതീശനെതിരെ വിവിധ സംഘടനകൾ, സാമുദായിക സംഘടനകളടക്കം വിലക്കേർപ്പെടുത്തിയൊരു സാഹചര്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ്. NSS യോഗത്തിൽ സതീശനെ ക്ഷണിക്കാതിരിക്കുകയും അവിടെ ചെന്നിത്തല പങ്കെടുത്ത യോഗത്തിന് സമാന്തരമായി വി.ഡി. സതീശൻ വാർത്താ സമ്മേളനം നടത്തുകയൊക്കെ ചെയ്തത്. ഇപ്പോൾ സുധാകരനുമായുള്ള അടിയും മൂക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും സിജു, അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കഴിഞ്ഞ ദിവസമാണ് നിർണായകമായ കെ.പി.സി.സിയുടെ യോഗം ചേർന്നത്. അത് ഡി.സി.സി അധ്യക്ഷന്മാരടക്കം പങ്കെടുക്കുന്ന യോഗമായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇന്ദിരാഭവനിൽ യോഗം നിശ്ചയിച്ചിരുന്നത്. ആ 2 മണിക്ക് ശേഷം വി.ഡി. സതീശൻ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇന്ദിരാഭവനിൽ എത്തിച്ചേർന്നു. പക്ഷേ ആ സമയത്ത് കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരൻ ഇന്ദിരാഭവനിൽ നിന്ന് ഇറങ്ങിപ്പോയി. നേരത്തെ തന്നെ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ ഇത് അറിഞ്ഞപ്പോൾ തന്നെ യോഗ കൃത്യസമയത്ത് ചേരാത്തതിലും താൻ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടും യോഗം ചേരാത്ത അവസ്ഥയിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് വി.ഡി. സതീശൻ പെട്ടെന്ന് ഇന്ദിരാഭവനിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അദ്ദേഹത്തിന്റെ പ്രതിഷേധം നേതാക്കളെ ആ ഘട്ടത്തിൽ താൻ യോഗത്തിൽ ഇനി പങ്കെടുക്കില്ല എന്ന കാര്യം അറിയിച്ചുമില്ല. കാരണം സാധാരണ പ്രതിപക്ഷ നേതാക്കളോ മറ്റ് ജനപ്രതിനിധികളോ ഒക്കെ തന്നെ കെ.പി.സി.സി ഭാരവാഹികളോ മറ്റ് യോഗത്തിലോ പങ്കെടുക്കുകയാണെങ്കിൽ യോഗത്തിൽ വന്ന് പങ്കെടുത്ത ശേഷം ആദ്യഘട്ടത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത ശേഷം യോഗത്തോട് അനുവാദം വാങ്ങി പോവുകയും തിരിച്ച് ആ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മടങ്ങി വന്ന് വീണ്ടും യോഗത്തിൽ ചേരുകയും ചെയ്യുകയാണ് പ്രതിപക്ഷ നേതാവ് സാധാരണ ചെയ്യാറുള്ളത്. അദ്ദേഹത്തിന് നിയമസഭയ്ക്കുള്ളിൽ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ജി കാർത്തികേയന്റെ ഒരു പുസ്തക പ്രകാശനം ഉണ്ടായിരുന്നു. ആ പ്രകാശനം നടന്നത് ഉച്ചയ്ക്ക് 3:30 ശേഷമാണ്. ആ 2 മണിക്ക് അദ്ദേഹം യോഗത്തിനെത്തി. അതിൽ പങ്കെടുത്ത ശേഷം പ്രകാശനത്തിൽ പോകാനുള്ള സമയം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പുസ്തക പ്രകാശനത്തിലേക്ക് സ്ഥലത്തേക്ക് കെ.പി.സി.സി ആസ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോയി. തിരിച്ച് യോഗം 7:30 വരെ നീണ്ടുപോയിട്ടും ആ യോഗത്തിലേക്ക് വി.ഡി. സതീശൻ മടങ്ങിയെത്തിയില്ല. നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ ഇന്ദിരാഭവനുമായും കെ.പി.സി.സി ആസ്ഥാനവുമായും നിലവിലെ നേതൃത്വവുമായും സംഘർഷവും ഉലച്ചിലുമാണ് വി.ഡി. സതീശൻ. മുതിർന്ന നേതാക്കളെല്ലാം വി.ഡി. സതീശന് എതിരായി നിൽക്കുന്നു. 2 ചേരിയായി മാറുന്നു. വി.ഡി. സതീശൻ ഒരു പക്ഷത്ത് മാത്രമായി നിൽക്കുന്നു. പല കാര്യങ്ങളിലും വി.ഡി. സതീശൻ ഈ പറയുന്ന നിലവിലുള്ള കെ.പി.സി.സി നേതൃത്വത്തിന് എതിരായ സമീപനമായി മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ ഡി.സി.സി അധ്യക്ഷന്മാരെ വിളിച്ചിരുത്തി വിശദീകരിക്കുകയും പരിപാടി പ്ലാൻ ചെയ്യുകയും ചെയ്യുന്ന യോഗമാണ് ഇന്നലെ ചേർന്നത്. മാത്രമല്ല നിയമസഭാ സമ്മേളനം 17 ചേരുന്നു. സതീശൻ തന്നെ ചില അഴിമതി ആരോപണങ്ങൾ സർക്കാരിനെതിരെ മുന്നോട്ട് വെച്ചു. ഇത്തരം കാര്യങ്ങളൊക്കെ ഡി.സി.സി അധ്യക്ഷന്മാരുടെ മുന്നിൽ ബ്രീഫ് ചെയ്യേണ്ടത് സാധാരണ പ്രതിപക്ഷ നേതാവാണ്, പാർലമെന്ററി പാർട്ടിയുടെ ലീഡറാണ്. അത് പാർട്ടിയെ ബോധ്യപ്പെടുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയുള്ളതും വി.ഡി. സതീശനാണ്. അത്തരം ഒരാൾ ഇന്ന് കെ.പി.സി.സി ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിൽ പങ്കെടുത്തില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റെന്തു തരത്തിലുള്ള യോഗങ്ങളുണ്ട് എങ്കിലും കെ.പി.സി.സി അധ്യക്ഷൻ വിളിക്കുന്ന പാർട്ടിയുടെ നിർണായകമായ കെ.പി.സി.സി യോഗത്തിൽ പങ്കെടുക്കാതെ വി.ഡി. സതീശൻ പിണങ്ങി ഇറങ്ങി ബഹിഷ്കരിച്ചു പോയി എന്നതാണ്